എറണാകുളത്ത് വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആദ്യം ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, പൊതുമധ്യത്തിൽ മനുഷ്യനെ തല്ലാനൊന്നും കാക്കിക്ക് അധികാരമില്ല. അയാളെക്കാൾ വലിയ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഡ്രൈവറെ ഇതിന് മാത്രം പ്രകോപിപ്പിച്ചത്? എന്താണ് നടപടിയുടെ വിവരങ്ങൾ? കേസെടുത്തിട്ടുണ്ടോ ഇതിൽ? സുഹൈല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ പോലീസ് ഡ്രൈവറായിരിക്കുന്ന നൌഷാദിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് രാവിലെ അദ്ദേഹത്തെ മഞ്ചേരിയിൽ നിന്നും മലപ്പുറം AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിലും ഇത്രയും വലിയ ഒരാളെ മുഖത്തടിച്ചതിന്, ഇത്രയും വലിയൊരു കുറ്റം ചെയ്തതിന് ഇത്രയും വലിയൊരു ശിക്ഷ പോരാ, അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിൽ ഒതുക്കുന്നത് ശരിയായില്ല എന്നുള്ളതായിരുന്നു വിമർശനം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ജില്ലാ പോലീസ് മേധാവി തന്നെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. മഞ്ചേരിയിൽ വാഹന പരിശോധനയിലായിരുന്നു ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പോലീസ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് മലപ്പുറം സ്വദേശിയായിരിക്കുന്ന ബാങ്കിലെ പണമെല്ലാം തന്നെ കൊണ്ടുപോകുന്ന വാഹനവുമായി പോവുകയായിരുന്ന മലപ്പുറം സ്വദേശിന് ജാഫറിനെ ഇയാൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം 250 രൂപ ഫൈൻ, കാക്കി ധരിക്കാത്ത മൂലം ഫൈൻ അടക്കാൻ വേണ്ടി ഈ പോലീസുകാർ ഈ യുവാവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ യുവാവ് ഫൈൻ അടക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഈ റെസിപ്റ്റ് വരുന്ന സമയത്ത് 500 രൂപയാണെന്ന് ഫൈന് ഈ ജാഫർ തിരിച്ചറിയുന്നു. അത് ചോദ്യം ചെയ്തതോടു കൂടിയാണ് ഈ യുവാവിനെ ഈ നൌഷാദ് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. മുഖത്ത് 4ഓളം അടി അടിച്ചു എന്നുള്ളതാണ് ജാഫർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഒരു അടി അടിക്കുന്ന ദൃശ്യം പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറാണ് ഈ മർദ്ദിക്കുന്ന ദൃശ്യം പകർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പോലീസ് വാഹനത്തിന്റെ ഡ്രൈവർ നൌഷാദാണ് ഈ മർദ്ദിച്ചത് എന്ന് ദൃശ്യത്തിലൂടെ തന്നെ വ്യക്തമാവുകയും അത് വലിയ വാർത്തയാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സുഹൈൽ, സമീർ, ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വല്ലാത്തൊരു അഹന്തയും അഹങ്കാരമാണ് ഉദ്യോഗസ്ഥനുള്ളത്. ഇത്തരത്തിലൊരു സാധാ വാഹന പരിശോധന, അവിടെ എന്ത് തെറ്റ് ചെയ്തെന്ന് ആരോപിച്ചാണ് ഈ ഒരു ഷോ പോലും. സുഹൈല്, ഈ കാക്കി ധരിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാഫറിനെ 250 രൂപ ഫൈൻ അടക്കാൻ വേണ്ടി പോലീസ് നിർദ്ദേശിക്കുന്നു. പിന്നീട് ഈ റെസിപ്റ്റ് വരുന്ന സമയത്ത് അതിൽ 500 ഈ ജാഫർ കാണുന്നത്. അപ്പോൾ 500 അടക്കാൻ കഴിയില്ല, കാരണം തനിക്ക് ഒരു ദിവസത്തെ ആകെയുള്ള ഒരു കൂലി 500 രൂപയാണ്. അതുകൊണ്ട് തന്നെ 250 ചുരുക്കി തരണമെന്ന് ഈ യുവാവ് പോലീസിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് അതിന് വഴങ്ങാതെ മടങ്ങി പോകുന്ന സമയത്താണ് വീണ്ടും അദ്ദേഹം ഈ ജാഫർ ഈ പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് പണം കുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഒരു തരത്തിലും തയ്യാറാവാതിരുന്ന പോലീസ് ഈ നൌഷാദ് ഈ ജാഫറിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് 4ഓളം അടി മുഖത്തേക്ക് അടിച്ചു എന്നുള്ളതാണ് ജാഫർ പറയുന്നത്. അങ്ങനെ മറ്റൊരു വാഹനയാത്രക്കാരെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തതോടുകൂടിയാണ് വലിയ ജനരോഷം ഈ പോലീസുകാരനെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം പോലീസിലെ ഡ്രൈവർ മാത്രമാണ്. അയാൾ ചെയ്യേണ്ട പണിയല്ല ഈ ഫൈൻ അടപ്പിക്കലും ഈ വാഹനത്തിന് കൈ കാണിക്കലും തന്നെ ഈ ഡ്രൈവർ ചെയ്യേണ്ട പണിയല്ല, അത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ്. അത് ഈ നൌഷാദിന്റെ ജോലി എന്ന് പറയുന്നത് ഈ പോലീസ് വാഹനം ഓടിക്കുക, അതിന്റെ ഡയറി എഴുതുക, അതുമായി പോലീസ് വാഹനത്തിന്റെ സുരക്ഷ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. ഇത് ചെയ്യേണ്ട നൌഷാദാണ് ഈ പിഴ ഈടാക്കുന്ന വിഷയത്തിൽ ഇടപെടുകയും ഈ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഈ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹന ഡ്രൈവറെ എത്തിച്ച് തനിക്കൊരു പരാതിയുമില്ല എന്ന് നിർബന്ധിച്ച് എഴുതി വാങ്ങാൻ കൂടി ഈ പോലീസുകാരെ മുതിർന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതെല്ലാം കൂടി ചർച്ചയാവുകയും ജില്ലാ പോലീസ് മേധാവിക്ക് ജാഫർ ഒരു പരാതി നൽകുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സുഹൈൽ.